എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡയറക്ടറിനോട് ഞാൻ പറയണാണ്, നീ അടങ്ങിയിരിക്കും, കുറച്ചേരം അടങ്ങ്. എനിക്കിത് കാണാൻ വയ്യേ. ഒരാളിനോട് ഒരു അപ്രോച്ച് തോന്നി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കും, അത് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൺവിൻസിംഗില് ഈ വിഷയങ്ങളൊക്കെ ഒരു കൂസലുമില്ല. നീയാണ് ചോദിച്ചത്. മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ട. വന്നിരിക്കുന്ന ഗസ്റ്റുകളൊക്കെ ശരിയായി ചെയ്യുന്ന ആക്ടിവിറ്റിയെ കൊണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് പ്രോഗ്രാമിൽ ഇറങ്ങി പോയിട്ടുണ്ടോ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? എനിക്കറിയത്തില്ല പ്രോഗ്രാം പിന്നെ എന്ത് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി ഇടി കിട്ടിയിട്ടുണ്ടോ, കുനി ചീർത്തിട്ട് അടിച്ചിട്ടുണ്ടോ, ആളുകൾ ഇവിടുത്തെ ഡയറക്ടർ അടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാം. പേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. താങ്കളൊരു സാമൂഹ്യ പ്രവർത്തകയാണെന്നല്ലേ സ്വയം അവകാശപ്പെടുന്നത്? അല്ല, അവകാശപ്പെടുന്നതല്ല. ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇരുന്ന് തെറി വിളിക്കുന്നതാണോ സാമൂഹ്യ പ്രവർത്തനം? ഇല്ല, തെറിയൊക്കെ വിളിക്കേണ്ട ആളുകളെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ അല്ലാത്ത ആളുകളെ ഒന്നും ഞാൻ തെറി വിളിക്കാറില്ല. അതെന്താ? കാരണം ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഇത് ഡിഫൻസ് ആണ്. എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്നെ ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള എനിക്ക് നേരെ തെറി വിളിക്കണമെന്നുണ്ട്. അതിനെന്തെല്ലാം മാർഗങ്ങൾ? ഇല്ല, എനിക്ക് പറ്റില്ല. എന്തരാണെന്ന് അറിഞ്ഞൂടാ, ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കാറ് വരും. ഡിഫൻസിന് വേണ്ടി തെറി വിളിക്കാൻ പറ്റത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചേ പറ്റൂ. ഇതാണ് നിങ്ങൾക്ക് സോറി പറയാനുള്ള ചാൻസ്. ഡിഫൻസിന് വേണ്ടി ഞാൻ തെറി വിളിക്കും. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ഇത് കട്ട് ചെയ്ത് നടക്കത്തില്ല. ഇത് മാന്യതയില്ലാത്ത പരിപാടിയാണ്. നമുക്കിത് എന്തിനാ പേഷ്യൻസ് ഇല്ലാതെ ഇതാക്കണം? നീ അവിടെ ഇരിയാതെ സഹിക്കണേനും ക്ഷമിക്കണേനും അതിലുണ്ട് കേട്ടാ. ഒരു ചുക്ക് അറിയാതെ നീ ഇവിടെ ഇരുന്ന് സംസാരിക്കരുത്. എന്തിനാ നിങ്ങൾ എന്നെ പറ്റി ഒരു ചുക്ക് അറിയാതെ വെറുതെ കിടന്ന് ഒച്ച വെക്കലടി വട്ടുപിശാശ. ശേഷിയില്ല, ധൈര്യമില്ല. അത് നിങ്ങൾ പിടിച്ചോണ്ടൊന്ന് ഇരുത്തിയിരിക്കണം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ? കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ. ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാ നേരെ കൊണ്ടുപോവാ. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡയറക്ടറിനോട് ഞാൻ പറയണാണ്, നീ അടങ്ങിയിരിക്കും, കുറച്ചേരം അടങ്ങ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്ത 5 നന്മകൾ, 5 സാമൂഹ്യ പ്രവർത്തനങ്ങളൊന്നും പറഞ്ഞാട്ടെ, ഞാൻ തിരിഞ്ഞു നിൽക്കാം. ഉത്തരം മുട്ടിച്ചുള്ളതല്ലോ. എനിക്ക് ശാരികനെ ബോധിപ്പിക്കാൻ സൗകര്യമില്ല. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തും പറയണം നിന്റെ കൂടെ. തിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് പറയൂ. ഇതൊന്ന് ഇത് 3 ഞാൻ വലിച്ചു കേട്ടോ. അതിനൊക്കെ സ്വഭാവം. ഈ നാട്ടിലെ അബലകളായ സ്ത്രീകളുടെ സംരക്ഷണം എന്നിൽ നിശബ്ദമല്ലേ? നിങ്ങളുടെ പ്രകടനം കഴിഞ്ഞു. നല്ല കുണ്ടിക്ക് ഓരോ പാഡാണ്. കുണ്ടി വെച്ചാണ് അവരെല്ലാം മാർക്കറ്റ് ചെയ്യുന്നത്. എങ്ങനെ സാധിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യാനായിട്ട്? അവന് ശരിയല്ല, നിങ്ങളും ശരിയല്ല, മനുഷ്യന് ഒരുമാതിരി. പിന്നെ അപ്പൊ ഇവരെ ആരും നിങ്ങൾ ചേർത്ത് പിടിക്കണ്ട. ഇവർ ഇങ്ങനത്തെ രീതിയിൽ ജീവിക്കണം. അവരുടെ സംസ്കാരങ്ങളാണ്. നമ്മളതിന് ചോദ്യം ചെയ്യില്ല. നമ്മൾ വന്നപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം.